2-3 ദിവസങ്ങളിലായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്ന ഇൻസ്റ്റയിലായാലും വാട്സപ്പിലായാലും മെസ്സേജ് വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജ് ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയുകയാണ്, അതിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വരുന്ന 30-ാം തീയതി ഉച്ചക്ക് 12 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 10 കോളേജിൽ വരെ അപേക്ഷ നൽകാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതിൻ്റെ അഡ്മിഷനെ കുറിച്ചാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടികളെ കുറിച്ച്. ആദ്യം തന്നെ ഈ അലോട്ട്മെന്റിന്റെ അപേക്ഷ, ഈ ട്രാൻസ്ഫറിന്റെ അപേക്ഷ ക്ഷണിച്ചതോടുകൂടി ഏറ്റവും കൂടുതൽ ഈ മെസ്സേജ് വരാൻ കാരണം വെബ്സൈറ്റിലെ കുറേ ടെക്നിക്കൽ എറർ കൊണ്ടാണ്. വെബ്സൈറ്റിൽ കുറേ ടെക്നിക്കൽ എറർ വിദ്യാർത്ഥികൾ ഇങ്ങനെ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അയച്ചിരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ടെക്നിക്കൽ എറർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ വിങ്ങിലേക്ക് നാളെ ഈ നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ ഇവിടെ 7017 നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് നോക്കാവുന്നതാണ്. അതേപോലെ എന്തെങ്കിലും എൻക്വയറിയിലേക്ക് മെയിൽ അയക്കാനുള്ളത് ഇവിടെ transfer@usc.ac.in നിങ്ങൾക്കായിട്ടൊരു മെയിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അപ്ലൈ നൗ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും എടുത്തുകൊണ്ട് നിങ്ങൾ അതിന് അപേക്ഷ സമർപ്പിക്കുക. ഇതിൽ വളരെ കൃത്യമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ക്യാപ് ഐ ഡി നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങളുടെ സെക്യൂരിറ്റി കീ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ക്യാപ് ഐ ഡി ഉണ്ട്, സെക്യൂരിറ്റി കീ ഇല്ലെങ്കിൽ ഇവിടെ ഫോർഗോട്ട് ലോഗിൻ ക്രിഡൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെക്യൂരിറ്റി കീ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ സെക്യൂരിറ്റി കീയും നിങ്ങളുടെ ക്യാപ് ഐ ഡി ഒക്കെ നിങ്ങൾ അന്ന് ഡിഗ്രിക്ക് അപേക്ഷിച്ച സമയത്ത് മെയിലിൽ ഉണ്ടാവും, അല്ലെങ്കിൽ മൊബൈലിൽ മെസ്സേജ് അയച്ചാൽ മൊബൈൽ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അതിൻ്റെ അഡ്മിഷനെ കുറിച്ചാണ്. 30-ാം തീയതി ഉച്ചക്ക് 12 മണി വരെ അപേക്ഷ സമർപ്പിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ജൂലൈ 1-ാം തീയതി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ജൂലൈ 1-ാം തീയതി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് കൊടുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഓരോ കോളേജിലെയും റാങ്ക് അറിയാൻ സാധിക്കും. ഇവിടെ ഇത് ചോദിക്കാൻ കാരണം പല വിദ്യാർത്ഥികളും അപേക്ഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ പഠിക്കുന്ന കോളേജിൽ നിന്ന് നഷ്ടപ്പെടുക, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റൂലല്ലോ. നിങ്ങളിപ്പോൾ ഒരു കോളേജിലെ സ്റ്റുഡൻറ്റാ, നിങ്ങൾ ഇവിടുന്ന് TC വാങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ കോളേജിൽ നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ 1, 2, 3, 4, 5 റാങ്ക് ലിസ്റ്റ് എന്നൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ആ കോളേജിൽ നിങ്ങളെ കോൾ ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയാം, താല്പര്യമില്ലെങ്കിൽ നോ എന്ന് പറയാം. അങ്ങനെ നിങ്ങൾ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കോളേജിൽ ഒരു ദിവസം വരാൻ പറയും. ആ ദിവസത്തിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷന് അതിൻ്റെ അവർ കൊണ്ടുവരാൻ പറഞ്ഞ രേഖകളൊക്കെ കൊണ്ടേ കൊടുക്കാം. TC വളരെ കൃത്യമായിട്ട് പറയാണ്, TC അവർ എപ്പോഴാണോ നിങ്ങളോട് വാങ്ങാൻ പറയുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾ നിലവിൽ പഠിക്കുന്ന കോളേജിൽ നിന്ന് TC വാങ്ങാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ വളരെ നേരത്തെ TC വാങ്ങരുത്. കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ TC വേണമെന്ന് പറയില്ല. കോളേജിൽ നിന്ന് നിങ്ങളോട് പറയും, നിങ്ങൾ TC വാങ്ങാൻ പറയും. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കോളേജിൽ പഠിക്കുകയാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ സുല്ലമുസ്സലാം സയൻസ് കോളേജിലാണ് പഠിക്കുന്നത്. എനിക്ക് വേറൊരു കോളേജിലേക്കാണ് മാറേണ്ടത്, അല്ലെങ്കിൽ ഞാൻ EMA കോളേജിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മലപ്പുറം കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ പഠിക്കുന്ന കോളേജിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന കോളേജിൽ നിന്ന് TC വാങ്ങാൻ പറയാതെ ഒരിക്കലും TC വാങ്ങരുത്. എൻ്റെ മുന്നിൽ അതുപോലെ കുറേ സംശയം, ഞാനിപ്പോൾ TC വാങ്ങി ഇനി പുതിയ കോളേജിൽ എന്നാ കൊടുക്കേണ്ടത് ചോദിച്ച ആളുകളൊക്കെ ഉണ്ട്. പുതിയ കോളേജ് കിട്ടിയിട്ടൊന്നുമില്ല, അതിന് മുമ്പ് തന്നെ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ ഇതിൻ്റെ അഡ്മിഷന് വേണ്ട രേഖകൾ എന്തൊക്കെയാണ് ആ സമയമാകുമ്പോൾ യൂണിവേഴ്സിറ്റി പറയും. ആ രേഖകളും കൊണ്ട് പുതിയ കോളേജിൽ കൊടുക്കുന്നു. ആ കോളേജ് കൊണ്ടുകൊടുത്തിട്ട് നിങ്ങളവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് എന്നാണോ ഇവിടെ വന്ന് ക്ലാസ്സിൽ ഇരിക്കേണ്ടത് വരെ അവരുടെ നിർദ്ദേശം കിട്ടിയതിന് ശേഷം മാത്രമേ ഈ പുതിയ കോളേജിൽ നിങ്ങൾക്ക് ക്ലാസ്സിന് പോലും ഇരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് ഈ കോളേജുകാർ നിങ്ങളുടെ രേഖ കൊടുക്കും. എന്നിട്ട് ആ രേഖ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ട്രാൻസ്ഫർ റെഗുലറൈസ് ചെയ്ത് ഓർഡർ ഇറക്കണം. അപ്പോഴാണ് നിങ്ങൾ പുതിയ കോളേജിലെ സ്റ്റുഡൻ്റ് ആവുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ പ്രക്രിയകൾ. ആ റെഗുലറൈസ് ചെയ്തതോടുകൂടി നിങ്ങൾ പുതിയ കോളേജിലെ സ്റ്റുഡൻ്റായി. പിന്നീട് നിങ്ങൾക്ക് പഴയ കോളേജിലേക്ക് പോകാൻ സാധിക്കില്ല. അതിന് മുന്നോടിയായിട്ട് നിങ്ങളോട് ഒരു കോളേജിൽ നിന്ന് അഡ്മിഷൻ ക്ഷണിച്ചു, നിങ്ങൾ നോ എന്ന് പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നോ എന്ന് പറഞ്ഞാൽ അടുത്ത ആളെ വിളിക്കും. ഇത്രയാണ് അതിന്റെ പ്രൊസീജിയറുകൾ. ഒരു കോളേജിൽ എസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റു നടപടികളിലേക്ക് കടക്കുകയാണ് വേണ്ടത്. ബാക്കി ഇതിൽ കൂടുതലായിട്ട് സംശയങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതുക. ഓരോരോ സമയത്തും അതിന്റെ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ.